തലയോട്ടിമാല, കരച്ചിൽ കേൾക്കാതിരിക്കാൻ പുലിമുരുകനിലെ പാട്ട്, സിനിമയെ വെല്ലുന്ന ആഭിചാരക്രിയ, കത്തിച്ചു വെച്ച നിലവിളക്ക്, 3 വെറ്റില, 1 കുപ്പി മദ്യം, അടയ്ക്ക, മഞ്ഞൾ വെള്ളം, ചുണ്ണാമ്പ്. ദുരാത്മാക്കളെ പിടികൂടാനെന്ന പേരിൽ മന്ത്രവാദി ശിവദാസ് ഒരുക്കിയ സംവിധാനങ്ങൾ സിനിമാ കഥ പോലെയെന്ന് പോലീസ്. സമീപകാലത്ത് തിയേറ്ററുകളിലെത്തിയ കന്നഡ സിനിമ സൂഫ്രം സോയുമായും സംഭവത്തിന് സമാനതകൾ ഏറെയാണെന്നും മണ്ണർക്കാട് പോലീസ് പറയുന്നു. തലയോട്ടി മാലയിട്ടും വെള്ള ഷർട്ട് ധരിച്ചും വീട്ടിലെത്തുന്ന ശിവദാസിന്റെ ആഭിചാരക്രിയയെപ്പറ്റി പോലീസ് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കോട്ടയത്ത് യുവതിയെ 10 മണിക്കൂർ ക്രൂരമായ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മന്ത്രവാദി അടക്കം 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിറ വീട്ടിൽ ശിവദാസ്, യുവതിയുടെ ജീവിത പങ്കാളി തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നിൽ അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഒളിവിലാണ്. ആഭിചാരക്രിയക്കിടെ യുവതിയുടെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ കാടടിയും കാൽച്ചിലമ്പേ കാനനമൈനെ എന്ന പുലിമുരുകൻ സിനിമയിലെ പാട്ട് ഉച്ചത്തിൽ വെച്ചു. ക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടത്. ബാധ ഒഴിപ്പിക്കാനെന്ന പേരിലായിരുന്നു ആഭിചാരക്രിയയെന്നും പോലീസ് പറയുന്നു. പ്രതികാരം ചെയ്യാൻ മറ്റൊരാളുടെ ശരീരം തെരഞ്ഞെടുക്കുന്ന ദുരാത്മാക്കൾ, അത്തരമൊരു കഥയാണ് മന്ത്രവാദി ശിവദാസ് യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ അവതരിപ്പിച്ചത്. ഭർത്താവുമായി വഴക്കിടുന്നത് യുവതിയല്ലെന്നും ശരീരത്തിലുള്ള ദുരാത്മാക്കളാണെന്നും ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് പിൻവഴിയിലൂടെ വീട്ടിലെത്തുന്ന ഇയാൾ തലയോട്ടികളുടെ രൂപങ്ങൾ കോർത്ത മാല ധരിക്കുന്നതോടെ മന്ത്രവാദിയാകും. ഇതിനിടയിൽ ആരെങ്കിലും വന്ന് മാല ഊരിമാറ്റി സാധാരണ പോലെയാകുമെന്നും പോലീസ് പറയുന്നു. ദുരാത്മാക്കളെ ആണിയിൽ തളച്ച് യുവതിയുടെ മുടികൊണ്ട് പിടിച്ചുകെട്ടി പാലമരത്തിൽ തളയ്ക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി യുവതിയുടെ മുടിയിൽ ആണി ചുറ്റി വലിച്ചു പറിച്ചെടുത്തു. ഈ ആണികൾ മരക്കുറ്റിയിൽ അടിച്ചു കയറ്റി. തുടർന്ന് എല്ലാവരെയും ബന്ധിച്ചെന്നും യുവതിയെ രക്ഷിച്ചെന്നും മന്ത്രവാദി പ്രഖ്യാപിച്ചെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം ആഭിചാരക്രിയകൾക്ക് മുൻകൈയെടുത്തത് അഖിലിന്റെ അമ്മ സൗമിനിയാണ്. നാട്ടുകാരിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 3 വർഷമായി അഖിലുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടി 1 മാസം മുമ്പാണ് ഇയാൾക്കൊപ്പം പോയത്. ബാധ ഒഴിപ്പിക്കാനുള്ള ആഭിചാരക്രിയക്കിടയിൽ തിരുവഞ്ചൂരിൽ യുവതി നേരിട്ട കൊടിയ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കോട്ടയം കോടിമാത സ്വദേശിനിയായ യുവതി 3 വർഷമായി അഖിലുമായി ഇഷ്ടത്തിലായിരുന്നു. ഇരു വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും ദോഷമുണ്ടെന്ന് പറഞ്ഞ വിവാഹം നീട്ടിവെച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവതിയെ അഖിലിന്റെ മണ്ണാർക്കാട് 4 മണിക്കാട്ടിന് സമീപത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കെയാണ് 8 ദുരാത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നും ഇതാണ് വീട്ടിലെ വഴക്കിന് കാരണമെന്നും ഭർത്തൃമാതാവ് കണ്ടെത്തിയത്. തുടർന്നാണ് ആഭിചാരക്രിയകൾ നടന്നത്. അതേസമയം സംഭവത്തിൽ മണർക്കാട് SHO അനിൽ ജോർജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്.